സങ്കീർത്തനം 91 നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് 10,000 പേര് ഇരുന്നാലും എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. ഇന്ന് പുറത്താൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളിൽ നിന്നെ കാക്കുവാൻ, നിന്നെ സൂക്ഷിപ്പാൻ, നിന്നെ പരിപാലിപ്പാൻ സ്വർഗത്തിലായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒന്നൊന്നും ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാളെക്കുറിച്ചുള്ള ഭാരം, എന്താവും മക്കളെ കുറിച്ചുള്ള ഭാരം, ഭാവിയെക്കുറിച്ചുള്ള ഭാരം, സാമ്പത്തികമായ ഭാരങ്ങളാണ് ഭാരപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നിനക്ക് വേണ്ടി ഒരു കർത്താവ്, ഒരു യേശുവുണ്ട് നിന്നെ സഹായിക്കാൻ, എൻ്റെ കണ്ണുനീരൊക്കെയും തുടയ്ക്കുവാൻ, നല്ല വേദനകൾ അറിയുന്ന നല്ലൊരു സ്വർഗത്തിൽ ദൈവമുണ്ട്. ഇന്ന് പകർക്കാനും ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിലിരിക്കാം. നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ഉൾക്കൊള്ളുവാൻ, നമ്മളെ മനസ്സിലാക്കുവാൻ, നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്നൊരു തീരുമാനമെടുക്കാം, നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന് മേടിച്ചു കൊടുക്കാം. ഇന്ന് സമാധാനമായി എടുക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അറിയുന്ന ദൈവം ഇന്ന് പകർക്കാനും ദൈവത്തിൻ്റെ വചനം പറയുന്നതുപോലെ നിന്നോട് നിന്റെ കൂടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. മത്തായി 28 അവസാനത്തെ വാക്യങ്ങൾ അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ, ഒരു നാളും വിട്ടുപിരിയാത്ത ദൈവം, നിന്റെ കണ്ണിൽ നന്നായി കാണുന്ന ദൈവം, ഈ എല്ലാ വിഷയത്തിനും വേണ്ടി, എല്ലാ ഭാരത്തിനും വേണ്ടി നിങ്ങൾക്ക് പരിഹാരം തരുവാൻ നല്ലൊരു രക്ഷകനും നല്ലൊരു കർത്താവും യേശു ക്രിസ്തു നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. നിങ്ങൾ കേട്ട വചനം പോലെ ധൈര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വചനം നമുക്ക് പ്രാർത്ഥിക്കാം. സുഖിപിതാവേ, ഇന്നത് പകൽക്കാലം കേട്ട വചനം പോലെ ഞങ്ങളെ പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ഭാര്യകളിലേക്ക് ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേട്ട വചനം പോലെ അവർ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവകൃപ കൂടിയിരിക്കണമേ. അവരുടെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റണം. അവരെല്ലാം കണ്ണുനീരും വിഷമങ്ങളെല്ലാം മാറ്റണം. അവരെല്ലാം ഒറ്റപ്പെടുന്നതും മാറട്ടെ കർത്താവെ. യേശുവിന് വലിയൊരു സാന്നിധ്യം അവരുടെ കർത്താവ് ഭവനങ്ങളെ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം നിലട്ടെ. യേശുവിൻ്റെ സമാധാനം കർത്താവെ പ്രിയ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും യേശുവിൻ്റെ സമാധാനം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥന. എല്ലാ ഭയത്തെയും കർത്താവിൽ നിന്ന് പുറക്കാലം എടുത്തു മാറ്റട്ടെ. എല്ലാ നിരാശകൾ എടുത്തു മാറ്റട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സമാധാനം ദൈവമേ ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തരുന്നു.